ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം മാർത്തോമ വലിയ മെത്രാപ്പൊലീത്ത തിരുമേനിയുടെ 96ാം ജന്മദിനാഘോഷം കൊട്ടാരക്കരയിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സ്വർണ്ണനാവുകാരൻ എന്ന വിശേഷണമുള്ള തിരുമേനിയുടെ നർമ്മ സംഭാഷണവും നർമ്മ ചാതുര്യവും കേരള പൊതുസമൂഹത്തിന് വളരെയധികം പരിചിതമായിട്ടുള്ള ഒന്നാണ് എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിവുണ്ടല്ലോ. തിരുമേനി കഴിഞ്ഞ ദീർഘവർഷങ്ങളായിട്ട് 6 പതിറ്റാണ്ടുകളായിട്ട് ഈ സഭയ്ക്ക് നൽകുന്ന നേതൃത്വം വളരെ വളരെ ശ്രേഷ്ഠമാണ്. 60 വർഷം പൂർത്തിയാക്കുന്നതിൻ്റെ ഒരു പ്രത്യേക സമ്മേളനം അല്പം വിപുലമായിട്ട് തന്നെ തിരുവല്ലയിൽ വെച്ച് അധികം താമസിയാതെ ക്രമീകരിക്കാൻ കൊണ്ട് സഭ ആലോചിക്കുന്നുണ്ട്. ആ കാരണത്താൽ കൂടെയാണ് ഈ ജന്മദിന പരിപാടി ഇവിടെ വെച്ച് ക്രമീകരിക്കാനായിട്ട് സഭാ നേതൃത്വം തീരുമാനിച്ചത് എന്നുള്ളത് ഈ സമയത്ത് അറിയിക്കുന്നു. 78-ൽ അദ്ദേഹം സഫറ മെത്രാപ്പൊലീത്തയായിട്ട് എഴുതപ്പെട്ടു. തുടർന്ന് 99 ഒക്ടോബർ മാസം സഭയുടെ പരമാധ്യക്ഷനായിട്ട് അദ്ദേഹം സ്ഥാനാരോഹണം ചെയ്യപ്പെടുകയുണ്ടായി. ഭരണനൈപുണ്യവും അതുപോലെ നയതന്ത്രജ്ഞതയും അദ്ദേഹത്തെ മറ്റുള്ള ബിഷപ്പ്മാരിലൊക്കെ വ്യത്യസ്തനാക്കി നിൽക്കുന്നതായിട്ടുള്ള വ്യക്തിത്വത്തിൻ്റെ വലിയ സവിശേഷതയല്ലേ. അദ്ദേഹം കാണിച്ചതായിട്ടുള്ള വലിയ മാതൃക 2007 ഒക്ടോബർ 1 മുതൽ അദ്ദേഹം ഭരണ ചുമതലയിൽ നിന്ന് പൂർണ്ണമായിട്ട് വിട്ടുനിന്നു. തൊട്ടടുത്തുള്ള ബിഷപ്പിന് ആ സ്ഥാനം നൽകണമെന്ന് താല്പര്യപ്പെട്ടു. അങ്ങനെ അദ്ദേഹം തൻ്റെ അധികാരത്തിൽ നിന്ന് സ്വയമേവ ഒഴിഞ്ഞ് ഇപ്പോൾ വിശ്രമ ജീവിതം നയിക്കുകയാണ്. തിരുമേനിയുടെ ജന്മദിനമായ ഏപ്രിൽ 27 ശനിയാഴ്ചയാണ് ആഘോഷങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ശനിയാഴ്ച രാവിലെ 8 മണിക്ക് കൊട്ടാരക്കര മാർത്തോമ ജൂബിലി മന്ദിരം ചാപ്പലിൽ വെച്ച് വിശുദ്ധ കുർബാനയും ജന്മദിന സ്തോത്ര ശുശ്രൂഷയും നടക്കും. തുടർന്ന് നടക്കുന്ന അനുമോദന സമ്മേളനം മാർത്തോമ സഭ പരമാധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർത്തോമ മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്യും. മേൽപ്പട്ടത്ത് ശുശ്രൂഷയിൽ 60 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന വലിയ മെത്രാപ്പൊലീത്ത തിരുമേനിയുടെ വൈദിക ശുശ്രൂഷ ആരംഭിച്ചത് തിരുവനന്തപുരം കൊല്ലം ഭദ്രാസനത്തിലാണ്. തുടർന്ന് നിരവധി വർഷക്കാലം ഭദ്രാസനാധിപൻ എന്ന നിലയിലും അദ്ദേഹം പ്രവർത്തിച്ചു. വിശുദ്ധ കുർബാന ശുശ്രൂഷയിലും പൊതുസമ്മേളനത്തിലും മാർത്തോമ സഭയിലെ പട്ടക്കാരും വിശ്വാസി സമൂഹവും വിവിധ മതവിഭാഗങ്ങളിൽ നിന്നുള്ളവരും പങ്കെടുക്കും. റവറൻ ജോർജ് ജോസ്, റവറൻ സജി പി സൈമൺ, കെ കുര്യൻ, ജി ജേക്കബ്, ജോസ് പി വയക്കൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര.